ലക്ഷദ്വീപ് വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുകയാണ്. ഹായ് ഹലോ നമസ്കാരം. ഒരേ ഒരു വാക്ക്, ലക്ഷദ്വീപ്. അതിപ്പോൾ നിങ്ങൾ പേപ്പറിലൊക്കെ കാണുന്നുണ്ടല്ലോ. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ കാണുന്നുണ്ട്, യൂട്യൂബിൽ മുഴുവൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും എന്തിനാണ് ഈ വിഷയം സംസാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോവും. കാരണം പിന്നെയും നമ്മളത് കേൾക്കേണ്ടതുണ്ട്, നമ്മൾ പിന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, മനുഷ്യരാണ്, മനുഷ്യൻ്റെ കാര്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ലക്ഷദ്വീപിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി മാത്രമല്ല പറയാൻ പോകുന്നത്, മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ പേര് അജയ് കാർത്തിക് എന്നാണ്. ഞാനൊരു വീഡിയോ ജേർണലിസ്റ്റാണ്. ഈ ചാനലിൽ ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിലേക്ക് താഴെ കമൻറ്റുകളായി അറിയിക്കുക. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ്. 36 ദ്വീപുകൾ, 11 ദ്വീപുകളിൽ മാത്രം ജനവാസം. അതിൽ തന്നെ 65,000-ത്തോളം മാത്രം ജനസംഖ്യ. ലക്ഷദ്വീപിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരം 220 മുതൽ 440 കിലോമീറ്റർ വരെയാണ്. അവിടെ സന്ദർശിക്കുന്നതിന് എൻട്രി പെർമിറ്റ് വേണമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് പുതുതായി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ, അതിലെന്തൊക്കെയാണ് പ്രതിഷേധം ഉണ്ടാവാനുള്ള കാരണം? കോവിഡ് നിയന്ത്രണങ്ങൾ പൊളിച്ചത് ആദ്യത്തെ പരിഷ്കാരം. മുൻപുണ്ടായിരുന്ന നിയന്ത്രണം എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ വന്നിട്ട് ലക്ഷദ്വീപിലേക്ക് പോകുന്നവർ കേരളത്തിൽ 14 ദിവസം ക്വാറന്റൈനിലിരിക്കുകയും പിന്നെ ലക്ഷദ്വീപിൽ പോയി 7 ദിവസം ക്വാറന്റൈനിലിരിക്കുക, അങ്ങനെ മൊത്തം 21 ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഈ നിയന്ത്രണം എടുത്തു കളഞ്ഞതിലൂടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത ലക്ഷദ്വീപിൽ 2021 ജനുവരി 18 ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു. പിന്നീട് 4 മാസത്തിനിടയ്ക്ക് 5000 രോഗികൾ അവിടെ ഉണ്ടായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 60%. നിങ്ങൾക്കൊക്കെ അറിയാം, ആശുപത്രി സംവിധാനത്തിലധികം കേരളത്തെ ആശ്രയിക്കുന്ന ലക്ഷദ്വീപിലാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ അവിടെ കേസുകൾ ഇങ്ങനെ കൂടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കാം. പ്രതിഷേധങ്ങൾ ശക്തമാവാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ കരട്. ഇതെന്ന് പറയുന്ന 19-ാം തീയതി വരെ ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ 19-ാം തീയതി വരെ ജനങ്ങൾക്ക് ഇതിൽ അവബോധമില്ലായിരുന്നു. ഈ ഒരു അടുത്ത ആഴ്ചകളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗുണ്ടാ നിയമം നടപ്പിലാക്കിയതാണ്. നിങ്ങൾ ലക്ഷദ്വീപിലെ ക്രൈം റേറ്റ് ഒന്ന് പരിശോധിക്കുക. സമാധാനപരമായി ആൾക്കാർ ജീവിക്കുന്ന, ക്രൈം റേറ്റ് തീരെ കുറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഗുണ്ടാ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗുണ്ടാ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നതാണ്. തീരമേഖലയിൽ ടൂറിസം സാധ്യതകൾ കൂട്ടുന്നതിന്റെ ഭാഗമായി എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മീനുകൾ ഉണക്കാനിട്ടിരുന്ന ഷെഡുകളൊക്കെ പൊളിച്ചു മാറ്റുകയുണ്ടായി. മറൈൻ വൈൽഡ് ലൈഫിൽ ജോലി ചെയ്യുന്ന വാച്ചേഴ്സിനെ എല്ലാം പറഞ്ഞു വിട്ടു. ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിരുന്ന ഒരു മേഖലയാണത്. കരാർ ജീവനക്കാരെ എല്ലാം പിരിച്ചുവിട്ടു. മാംസാഹാരം ഏറ്റവും പ്രധാനമായി ഭക്ഷിക്കുന്ന ഒരു നാട്ടിലെ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്നും മാംസാഹാരം എടുത്തു മാറ്റി. അതിനവർ പറയുന്നത് കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് മത്സരിക്കാനുള്ള വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അത് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം അത് നടപ്പിലാക്കിക്കൂടാ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോഴാണ് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ത്യയിൽ മൊത്തം നടപ്പിലാക്കിയ 97ഓളം BJPയുടെ MP-മാർ വീട്ടിലിരിക്കേണ്ടി വരും. കാരണം അവർക്ക് 2-ൽ കൂടുതൽ മക്കളുള്ളവരാണ്. പിന്നീട് അവർ ജില്ലാ പഞ്ചായത്തിന്റെ അധികാരം വെട്ടിച്ചുരുക്കി. എല്ലാ അധികാരങ്ങളും അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിൽ വരുന്ന രീതിയിലാക്കി. ബേപ്പൂരിലേക്കുള്ള വാണിജ്യ കപ്പലുകളുടെ സർവീസ് ഒഴിവാക്കി. പകരം മംഗലാപുരം തീരത്തേക്ക് ചരക്ക് നീക്കത്തിന് ശ്രമം നടത്തുന്നുണ്ട്. ഡയറി ഫാമുകൾ അടച്ചിടാനുള്ള ഉത്തരവ് പ്രതിഷേധം ശക്തമാവാനുള്ള കാരണമായി. ഗോവധ നിരോധനത്തിന് കരട് വിജ്ഞാപനം തുടങ്ങിയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഈ വിവരങ്ങളുടെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇനി നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ സ്വഭാവവിശേഷങ്ങളാണ് ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ലക്ഷദ്വീപിലെ കാര്യങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വല്ലാണ്ട് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നില്ലേ? ബഹുഭൂരിപക്ഷം ആൾക്കാരും ബീഫ് കഴിക്കുന്ന ഒരു നാട്ടിൽ അനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ ആക്ടിന്റെ പേരിൽ പശുവിനെയും കാളയെയും ആഹാരത്തിന് വേണ്ടി കൊല്ലുന്നത് പൂർണ്ണമായും നിരോധിക്കുക എന്ന് പറയുന്നത് ഫാസിസം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഒരു ഗുണ്ടാ നിയമം നടപ്പിലാക്കുമ്പോൾ ഭരണകൂടത്തിന് അതിനകത്ത് എന്തെല്ലാം ഭീകരതകൾ കാണിക്കാമെന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഏകപക്ഷീയമായി കുറേ നിയമങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ പരിഭ്രാന്തിയിലും ഭീതിയിലും ആക്കിക്കൊണ്ടല്ല വികസനം നടപ്പിലാക്കേണ്ടത്. വേറൊരു രസകരമായ വസ്തുത എന്ന് പറയുന്നത്, ഇതിൽ പറയുന്ന പല നിയമങ്ങളും എങ്ങനെയാണ് അവിടെ വികസനം കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി യാതൊരു തരത്തിലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഒരു അപകടകരമായ വാക്കാണ് ഫാസിസത്തെ വളർത്തുന്നത്. ആ അപകടകരമായ വാക്ക് മറ്റൊന്നുമല്ല, മൗനം എന്നുള്ളതാണ്. ചെറുത്തുനിൽപ്പ്, അത് മാത്രമാണ് ആകെയുള്ള പോംവഴി. നമ്മൾ കണ്ണു തുറന്ന് കാര്യങ്ങളെ കാണേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.